നമസ്കാരം, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പല ആളുകളുടെയും ചോദ്യമാണ്, CPO നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിട്ടുണ്ട്, അപ്ലൈ ചെയ്യാനായിട്ടൊക്കെ ഇരിക്കുന്നു. പലർക്കും സംശയമാണ്, ഇനി അങ്ങോട്ട് കുറച്ച് നാളല്ലേ ഉള്ളൂ, ഇത് തീർക്കുമോ, ഈ സിലബസ് തീരുമോ, ഇനി പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ള സംശയങ്ങൾ. അപ്പോൾ ആ സംശയത്തിന് ഉത്തരവായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എത്ര നാളാണ് നമുക്കുള്ളത്? ഇപ്പോൾ ഡിസംബർ മാസമാണ്. ഡിസംബർ കഴിഞ്ഞാൽ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് വരെ നമുക്ക് കൂട്ടാം. ഒരു 5 മാസം ഉണ്ടെന്ന് വിചാരിക്കാം. പിന്നീട് അങ്ങോട്ട് റിവിഷൻ ആണ് ചെയ്യേണ്ടതുകൊണ്ട് ആ മാസം ഒന്നും ഞാൻ എടുക്കുന്നില്ല. 5 മാസമാണുള്ളത്. 5 മാസം കൊണ്ട് ഇത്രയും വലിയ സിലബസ് തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഉത്തരം. പക്ഷേ ജോലി കിട്ടുമോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ആൻസർ. അത് മുമ്പോട്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് പോകാം. ഈക്വൽസിന്റെ CPO WCPയുടെ ഏറ്റവും പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. CPOയ്ക്കും WCPക്കും ഒക്കെ സെപ്പറേറ്റ് ബാച്ചാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അഡ്മിഷൻ CPO WCPക്ക് നമുക്ക് തന്നെയാണ് വരുന്നത്. ഏറ്റവും കൂടുതൽ റിസൾട്ടും ഇതിന് മാത്രമാണ് കിട്ടുന്നത് നമുക്ക് തന്നെയാണ്. അപ്പോൾ അഡ്മിഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. റെക്കോർഡ് ക്ലാസ്സുകളാണ്, എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റും. എല്ലാ ദിവസവും ഉണ്ടാകും. പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സിലബസുമായി ബന്ധപ്പെട്ട സിലബസ് തീർക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല. സിലബസ് തീർക്കുന്ന പറഞ്ഞാൽ എന്താ? നമ്മുടെ CPO പരീക്ഷയ്ക്ക് 100 മാർക്ക് വേണോ, 90 മാർക്ക് വേണോ, 80 മാർക്ക് വേണോ, 70 മാർക്ക് വേണോ? അപ്പൊ നിങ്ങൾ സിലബസ് തീർക്കുക എന്നുള്ളത് നിങ്ങളുടെ ഒരു പ്രയോറിറ്റി ആയിട്ട് നിങ്ങൾ ഒരു കാരണവശാലും എടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ക്ലാസ്സുകളിലാണെങ്കിലും നമ്മളൊരു സ്ട്രാറ്റജി വെച്ചിട്ടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ തീർക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഇത്രയും സിലബസ് 100 മാർക്കിന്റെ സിലബസ് അടിച്ച് തീർക്കുക, അത് പഠിച്ചത്, അല്ലെങ്കിൽ നിങ്ങളുടെ 2 റാങ്ക് ഫയൽ ഇരിപ്പുണ്ട്, ആ 2 റാങ്ക് ഫയൽ തീർത്ത് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെയാണോ നിങ്ങളുടെ പഠനം? അതല്ല. നമ്മുടെ CPO WCPയുടെ സ്ട്രാറ്റജിയെ അതല്ല. ഏറ്റവും കോർ ഏരിയകൾ കണ്ടെത്തി അത് തീർക്കുക എന്നുള്ളതാണ്. അതിന് 5 മാസം ഇറ്റ്സ് ഇനഫ്, അത് മതി. 5 മാസം മതി. പക്ഷേ കുറച്ച് ബുദ്ധിപരമായിട്ട് കുറച്ച് സ്ട്രാറ്റജി ഉപയോഗിച്ചാൽ മാത്രമേ ഇത് തീർക്കാനോ അല്ലെങ്കിൽ നല്ലൊരു മാർക്കിലേക്കോ എത്താൻ പറ്റൂ. നമ്മളൊരു 70 മുകളിലേക്കുള്ള മാർക്കൊന്നും ശരിക്കും നമുക്കിവിടെ വേണ്ട. അതൊക്കെ റാങ്കിലേക്ക് വരുന്ന മാർക്കാണ്. ഒരു 60+ എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും ജോലി കിട്ടും. 50-55 മാർക്ക് എന്ന് പറയുന്നത് ആ റേഞ്ചിലായിരിക്കും മിക്കവാറും കട്ട് ഓഫ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. ആ റേഞ്ചിലേക്കാണ് വരുന്നത്. അപ്പോൾ ഒരു സ്കോറിലേക്ക്, ഒരു 60+ സ്കോറിലേക്ക് പോകാൻ വേണ്ടി സിലബസ് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യം. അപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. ഉറപ്പായിട്ടും ഇനി നിങ്ങൾ പഠിച്ചാലും ജോലി കിട്ടാനുള്ള സമയമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ ഈ 3-ാം മാസം അല്ലെ 3 മാസ കോഴ്സിൽ വന്നിട്ട് ജോലി കിട്ടിയ വിനീഷ് കാണുന്നുണ്ടെന്ന വിചാരം. വിനീഷ് എന്തായാലും ജോലി കിട്ടിയിട്ടുണ്ട്. വിനീഷ് എന്താ തന്ന ഗിഫ്റ്റും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും ജോലി കിട്ടും. ഇത്തരത്തിൽ കുറെ ആളുകൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പേടിയൊന്നും നിങ്ങൾക്ക് വേണ്ട. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യും. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പഠനം എങ്ങനെയായിരിക്കണം എന്നൊക്കെ കാര്യമൊക്കെ നമ്മൾ പറയും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താ? നമ്മളിപ്പോൾ പഠിക്കും, നമ്മുടെ സ്ട്രാറ്റജി ആണെങ്കിൽ ആദ്യം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക് എടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഈ 3 സബ്ജക്റ്റുകൾ അപ്പോൾ തന്നെ 50 മാർക്കായി. 30, 20, 50 മാർക്ക് അവിടെ കഴിഞ്ഞു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ 58 മാർക്ക്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്നത് നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈ 58 മാർക്ക് എത്രയും പെട്ടെന്ന് തീർക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ്? സ്പെഷ്യൽ ടോപ്പിക്കും അതുപോലെ തന്നെ ബാക്കി വരുന്ന 10 മാർക്ക് വീതം വരുന്ന ഇംഗ്ലീഷും മലയാളവും മാത്സും, ഈ 30ഉം 50ഉം 20ഉം കൂടെ ചേർത്ത് 50 മാർക്ക്. പിന്നെ വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ എല്ലാ ദിവസവും ഈ പറയുന്ന സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ കുറച്ച് ടൈം നമ്മൾ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന് വേണ്ടി ചെലവഴിക്കുക. ഇങ്ങനെ നമ്മളിങ്ങനെ പഠിച്ച് പോവുക. പിന്നെ മാറ്റം വരുന്ന SCRT. ഞാൻ സാധാരണ SCRT ഒക്കെ ഈ പറയുന്ന SCRTയിൽ തന്നെ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി ഒക്കെ SCRT ഫോക്കസ് ചെയ്യാൻ പറയാറുണ്ട്. അത് ഏറ്റവും അവസാനം പറയുന്നത് ഹിസ്റ്ററി, ജോഗ്രഫി ഒക്കെ കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഇത്തവണ പറയുന്നത് ഈ 58 മാർക്കിന് ശേഷം 58ഉം പിന്നെ ഈ പറയുന്ന കറണ്ട് അഫയേഴ്സിന് ശേഷം പിന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് അത് പ്രത്യേകിച്ചും ഫിസിക്സും കെമിസ്ട്രിയും പഠിക്കാനായിട്ട് SCRT പുസ്തകങ്ങൾ നിങ്ങൾ എടുത്താൽ മതി. എല്ലാ മറ്റു പുസ്തകങ്ങളിലേക്കൊന്നും പോകണ്ട. പക്ഷെ ബയോളജിയിൽ നമുക്ക് അത്രയും SCRTയിൽ നിന്ന് കിട്ടത്തില്ല. അത് നമ്മൾ പുറത്ത് പോകേണ്ടി വരും. പക്ഷെ ഫിസിക്സും കെമിസ്ട്രിയും SCRT മതിയാകും. പിന്നെ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ഈ പറയുന്ന അപ്പോൾ തന്നെ ഒരു നല്ല ശതമാനം മാർക്കായി. പിന്നെ ഫിസിക്സ് ഈ പറയുന്ന നിങ്ങൾക്ക് ഈ എന്താണ് ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ നിങ്ങൾക്ക് പഠിച്ച് പോകാവുന്നേ ഉള്ളൂ. സോ ആവശ്യമില്ലാത്ത ടെൻഷൻ ഒന്നും വേണ്ട. 5 മാസം കൊണ്ട് ഉറപ്പായിട്ടും ഞാൻ ഗ്യാരണ്ടി തരികയാണ്, 5 മാസം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചാൽ ജോലി കിട്ടാവുന്ന ഒരു ജോലിയാണ് CPO ആണെങ്കിലും WCPO ആണെങ്കിലും. അതിൽ യാതൊരു സംശയം വേണ്ട. പക്ഷേ നിങ്ങൾ ഇപ്പം തുടങ്ങണം. നാളെയോ മറ്റന്നാളെന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എത്രയും പെട്ടെന്ന് പഠനം. അതിനിപ്പോൾ ഒരു കോഴ്സ് വേണമെന്ന് ഒരു നിർബന്ധം. ഞാൻ പറഞ്ഞു എല്ലാവരും ഈക്വൽസിന്റെ കോഴ്സിലേക്ക് വരാമെന്ന് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എവിടെയാണോ അവൈലബിൾ ഉള്ളത്, സെന്ററിൽ പോകാൻ പറ്റുമെങ്കിൽ അങ്ങനെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാണ് നമ്മൾ സെന്ററുകളിൽ പോകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവരുടെ സമയത്ത് നമ്മൾ പോയി പഠിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ നല്ല ജോലിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. പ്രൈവറ്റ് ജോബ് ആണെങ്കിൽ പോലും ചിലപ്പോൾ നമ്മൾ നല്ല പൊസിഷൻ ഇരിക്കുകയായിരിക്കും. അവിടെ നമ്മൾ അവർ തോന്നുന്ന പോലെ ലീവ് ഒന്നും എടുക്കാൻ പറ്റില്ല. ചിലത് വീട്ടമ്മമാരായിരിക്കും, അവർക്കും ഈ പറയുന്ന റെസ്ട്രിക്ഷൻസ് ഉണ്ടാകും. കോളേജ് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾക്ക് ആ ഒരു അവൈലബിൾ ആയിട്ടുള്ള ടൈം ഇപ്പോൾ കണ്ടെത്താം. ഇപ്പോഴേ അത് പറ്റത്തുള്ളൂ. ഈ ഡിസംബർ മുതൽ നിങ്ങളൊരു 3 മണിക്കൂർ 4 മണിക്കൂർ നിങ്ങൾക്ക് മാറ്റി വെച്ച് പഠിച്ചു പോകാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും 5 മാസം കൊണ്ട്, 5 അല്ല ഒരു 4.5 മാസം കൊണ്ട്
സിലബസ് തീർക്കാൻ പറ്റും. 4.5 മാസം കൊണ്ട് സിലബസ് തീർത്ത് 1 മാസം റിവൈസ് ചെയ്യാനുള്ള സമയമുണ്ട്. പക്ഷേ നിങ്ങൾ ഡിസംബറിൽ തുടങ്ങണം. അതല്ലാതെ നോട്ടിഫിക്കേഷന്റെ കാലാവധിയും കഴിഞ്ഞ് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ഒക്കെ ആകുമ്പോഴാണ് ചൂട് പിടിക്കുന്നത്. ഏപ്രിൽ ആകുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാച്ച് വരുന്നത്. ഒരു 6-5 ബാച്ചൊക്കെയാണ് ഏപ്രിൽ അങ്ങോട്ട് കഴിയുമ്പോഴത്തേക്ക് 5 ബാച്ചൊക്കെ എടുക്കുക. സ്പെഷ്യൽ ടോപ്പിക് അല്ല, ഏതാ 3 മാസത്തെ ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഈ 3 മാസത്തെ ക്രാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി റിവൈസ് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകളാണ് കൂടുതലും അത് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾ ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല മാർക്ക് വാങ്ങി പാസ്സാകാൻ പറ്റും. സോ മറ്റ് കൺഫ്യൂഷനുകളും കാര്യങ്ങളൊന്നും വേണ്ട. നേരത്തെ നമുക്ക് ഓഗസ്റ്റിലാണ് നമ്മൾ ആദ്യത്തെ ബാച്ചുകളൊക്കെ തുടങ്ങിയത്. പക്ഷെ അവിടെ നമ്മൾ ഫൗണ്ടേഷൻ പോലെ തുടങ്ങിയതാണ്. ഇനി നിങ്ങൾ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന എക്സാമാണ്. പക്ഷെ ഇനി നിങ്ങൾ അങ്ങോട്ട് വരുന്ന ഒരു ദിവസത്തിൽ 1 മണിക്കൂർ പോലും പാഴാക്കാതിരിക്കുക. ഇപ്പൊ പഠിച്ചാലുള്ള വേറെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു വേണ്ടി നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ ജോലി കളയുകയോ നിങ്ങളുടെ സമയം ഉപേക്ഷിക്കുകയോ നിങ്ങളുടെ മറ്റു കാര്യങ്ങൾ മാറ്റി വെക്കുകയോ ഒന്നും വേണ്ട. നിങ്ങളുടെ എല്ലാം കഴിഞ്ഞുള്ളൊരു 3 മണിക്കൂർ ചെലവഴിച്ചാൽ തന്നെ തീർക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ സിലബസ് വരുന്നത്. 100 മാർക്ക് വാങ്ങുന്ന കാര്യമല്ല പറയുന്നത്, നമ്മുടെ സിലബസിലെ കോർ ഏരിയാസ് വരുന്നത്. അതിന് നമുക്ക് ഡെയിലി 3-4 മണിക്കൂർ മാറ്റിയാൽ തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വെറുതെ ടെൻഷൻ അടിച്ച് ഒന്നും ആയില്ല, ഇനി എപ്പോൾ തീരാനാണ്. റാങ്ക് ഫയൽ കണ്ടാൽ തന്നെ ശരിക്കും പേടിയാവും. അത്രയും വലിയ റാങ്ക് ഫയലാണ് ഈ പറയുന്ന ടീമുകൾ ഇറക്കി വെച്ചേക്കുന്നത്. അതുകൊണ്ട് ആർക്കാരും പേടിയാവും. അതൊന്നും കണ്ട് പേടിക്കേണ്ട. നമുക്ക് അതൊന്നും എല്ലാം പഠിക്കേണ്ട ആവശ്യം പോലും ഇല്ല. സോ ധൈര്യമായിട്ടിരിക്കുക, ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങുക. നാളെയല്ല, ഇന്ന് മുതൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. സ്വന്തമായിട്ട് പഠിക്കാം, കോഴ്സിൽ ചേരാം, അല്ലെങ്കിൽ വീട്ടിനടുത്തുള്ള സെന്ററിൽ പോയി എവിടെ വേണമെങ്കിലും തുടങ്ങാം. പക്ഷെ തുടങ്ങുക എന്നുള്ളതാണ്, അത് എങ്ങനെയാണെങ്കിലും തുടങ്ങുക എന്നുള്ളതാണ്. എപ്പോഴും പറയുന്ന പോലെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യവുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക.